ഹായ്. ജീവിതത്തിൽ സത്യസന്ധതയില്ലായ്മ ഇന്ന് ഒരു പതിവ് കാഴ്ചയായി തീർന്നിരിക്കുന്നു. അതേക്കുറിച്ച് സംസാരിക്കുന്നത് തന്നെ ഒരു ബോറൻ ഏർപ്പാടാണ്. ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും സത്യസന്ധതയില്ലാതെ കാണിച്ചു കൂട്ടുന്ന അഴിമതി, വഞ്ചന, പണാപഹരണം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ പത്രവാർത്തകളിലൂടെ നാം ദിവസേന കേൾക്കുന്നു. അത് വായിച്ചും കണ്ടും കേട്ടും നമ്മുടെ മനസ്സ് തഴമ്പിച്ചിരിക്കുകയാണ്. സത്യസന്ധതയില്ലായ്മ ആധുനിക ബിസിനസിന്റെ ഒരു മുതൽക്കൂട്ടായിട്ടാണ് ചിലർ കണക്കാക്കുന്നത്. സത്യസന്ധതയുടെ പ്രാധാന്യം വിവരിക്കുന്ന ഗാന്ധിജിയുടെ ഒരു കഥ പറയാം. ഗാന്ധിജി തന്റെ ആത്മകഥയിൽ സ്കൂൾ ജീവിതത്തിലെ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ പരിശോധകൻ സ്കൂൾ പരിശോധനയ്ക്കായി എത്തിയപ്പോൾ കുട്ടികളുടെ അക്ഷരജ്ഞാനം അറിയാൻ ഒരു പരീക്ഷ നടത്തി. ഇംഗ്ലീഷിൽ 5 വാക്കുകൾ എഴുതാൻ അദ്ദേഹം കുട്ടികളോട് ആവശ്യപ്പെട്ടു. അവയിലൊന്ന് കെറ്റിൽ എന്നായിരുന്നു. കെറ്റിൽ, KETTLE. ആ വാക്ക് ഗാന്ധിജി തെറ്റിച്ചാണ് എഴുതിയിരിക്കുന്നതെന്ന് കണ്ട അധ്യാപകൻ അടുത്തെത്തി തന്റെ ബൂട്ട്സിന്റെ അറ്റം കൊണ്ട് കൊച്ചു ഗാന്ധിയെ ഒന്ന് ചൊറിഞ്ഞു. ഗാന്ധി അധ്യാപകന്റെ മുഖത്ത് നോക്കിയപ്പോൾ തൊട്ടടുത്തുള്ള കുട്ടിയുടെ സ്ലേറ്റിൽ നോക്കി ആ സ്പെല്ലിംഗ് ശരിക്കൊന്ന് എഴുതാൻ അധ്യാപകൻ ചെറിയ ശബ്ദത്തിൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടു. പക്ഷേ കുഞ്ഞു ഗാന്ധി കോപ്പിയടിക്കാൻ തയ്യാറായില്ല. അസത്യമായ രീതിയിലൂടെ ജയിക്കുന്നതിനേക്കാൾ തോൽക്കുന്നതാണ് നല്ലത് എന്ന നിലപാടിലായിരുന്നു ഗാന്ധിജി. നമുക്കെല്ലാവർക്കും അറിയാം, തന്റെ ജീവിതാവസാനം വരെ സത്യത്തോടുള്ള ഈ നിലപാട് അദ്ദേഹം കാത്തു സൂക്ഷിക്കുകയും ചെയ്തു. സത്യം എന്ന പദത്തിന്റെ അർത്ഥം ധാതു സത്ത് എന്നാണ്. അതിനർത്ഥം ഉണ്മ എന്നത്രേ. സത്യമല്ലാതെ മറ്റൊന്നുമില്ല, അഥവാ മറ്റൊന്നും യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല. അതുകൊണ്ടാണ് സത് അഥവാ സത്യം എന്നത് ഈശ്വരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പേരായി തീർന്നത്. എവിടെയാണോ സത്യമുള്ളത് അവിടെ യഥാർത്ഥമായ ജ്ഞാനവും ഉണ്ട്. എവിടെ സത്യമില്ലാതാകുന്നോ അവിടം സകലവിധ അനീതികൾ കൊണ്ടും നിറഞ്ഞിരിക്കും. അതുകൊണ്ടാണ് ദൈവത്തോട് ബന്ധപ്പെടുത്തി ചിത്ത് അഥവാ ജ്ഞാനം എന്ന പദം ഉപയോഗിക്കുന്നത്. യഥാർത്ഥമായ ജ്ഞാനമുള്ളിടത്ത് എല്ലായ്പ്പോഴും ആനന്ദമുണ്ടാവും. അവിടെ ദുഃഖത്തിന് സ്ഥാനമില്ല. സത്യം അനശ്വരമാണ്. നമുക്ക് സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കാം. ഹാവ് എ നൈസ് ഡേ.